പ്രൈസ് ലോർഡ്. ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം പുസ്തകം 147 അതിന്റെ 9 വാക്യം ഇങ്ങനെ പറയുകയാണ്: കരുതുന്ന ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മൃഗങ്ങൾക്കും കാക്കക്കുഞ്ഞുങ്ങൾക്കും ദൈവം ആഹാരം കൊടുക്കും. എന്നിട്ട് പറയുകയാണ്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് ദൈവം ഈ ആഹാരം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങൾ ഏത് തന്നെയാണ്. ഇവിടെ ഒരു മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവരുടെ ഭാഷയാണ് ഈ കരയുക എന്നുള്ളത്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരു ഭാഷയുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു ഭാഷയുണ്ട്, മൃഗങ്ങൾക്കൊരു ഭാഷയുണ്ട്. അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്ക് വേണ്ടി, അവരുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുവാൻ, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ അവരുടേതായ ഭാഷകളിലാണ് ദൈവത്തോട് പറയുന്നത്. അപ്പം ഇവിടെ പറയാം, മൃഗങ്ങളെ കുറിച്ച് പറയാം. ദൈവസന്നിധിയിൽ അവർക്ക് ദൈവത്തിന്റെ പൂർണ്ണ രൂപമെന്ന് പറയും. കാരണം അവർക്ക് ആത്മാവില്ല. പക്ഷെ എന്നാലും അതുങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങൾ, അതുങ്ങൾക്ക് വിഷമമുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഇര വേണ്ട സമയങ്ങൾ, അവർക്ക് ആഹാരം വേണ്ട സമയങ്ങളിൽ ദൈവം അത് എത്തിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ. അമ്മ ഇവിടെ മനുഷ്യരെ കുറിച്ച് പറയുന്നു, പക്ഷെ മൃഗങ്ങൾക്കും കരയുന്ന കാക്കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ് ആമേൻ നമ്മളോട് പറയുകയാണ്, ഞാൻ ഇവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടതായത് ചെയ്യുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ഞാൻ നിർമ്മിച്ച എൻ്റെ മക്കൾക്ക് ഞാൻ എത്രയധികം ആഹാരം, എത്രയധികം അവർക്ക് വേണ്ടി കരുതുമെന്നാണ് അമ്മ സർവശക്തനായ ദേവി ഈ വേദഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൃഗങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതുകയില്ലയോ? സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത, ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച കർത്താവ് നമുക്ക് വേണ്ടത് നന്മകൾ നൽകി തരികയില്ലയോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ ആഴമേറിയ ദൈവത്തിൽ വിശ്വസിക്കണം. നിങ്ങളുടെ പിതാവാണ് നമ്മുടെ കർത്താവ്. ആ പിതാവിന് നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ അറിയാം, നമ്മുടെ അവസ്ഥകളെ അറിയാം, നമ്മൾ ഒതുങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ അറിയാം, നമ്മൾ നീറുന്ന പ്രശ്നങ്ങളെ അറിയാം. എന്നാൽ ദൈവം എവിടെ പറയാം? അവർക്ക് ഈ മൃഗങ്ങൾക്കും കാക്കക്കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഭാഷയാണ് അവർ കരയുക. ഈ കാക്കക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ? ആഹാരത്തിന് വേണ്ടി ഒരു ശബ്ദമുണ്ടാക്കും. അവരുടെ വിഷയങ്ങൾ, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ ശബ്ദമുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങൾക്ക് നമുക്ക് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നമ്മുടെ വിഷയങ്ങൾക്ക് നാം ദൈവസന്നിധിയിൽ പറയുവാനിടയാകണം. കർത്താവിനോട് നാം പറയണം. നാം ഒരാളോട് പറഞ്ഞ ചെയ്യാം അവിടെ സാധ്യമാകുകയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഭൂമിയെ നിർമ്മിച്ചത്, ഭൂമണ്ഡലം നിർമ്മിച്ചത്, മനുഷ്യനെ നിർമ്മിച്ചത്, മൃഗങ്ങളെ നിർമ്മിച്ചത് എല്ലാം ദൈവമാണ്. ഒരുവനാലാണ് ഇതെല്ലാം ഉളവായത്. അവന്റെ സൃഷ്ടികളാണ് ഈ ഭൂമിയിലുള്ള സകലതും. അപ്പൊ ഈ ഭൂമിയിലുള്ള സകലതിനു വേണ്ടി നമ്മുടെ കർത്താവ് കരുതത്തില്ലയോ? കരയുന്ന കാക്കക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ആ കൊച്ചു കുഞ്ഞിന് വേണ്ടി, അല്ലെങ്കിൽ ആ പക്ഷിക്ക് വേണ്ടി, ആത്മാവില്ലാത്ത ഒന്ന് വാടി പോകുന്ന ആ കാക്കക്കുഞ്ഞിന് വേണ്ടി കരുതുന്ന കർത്താവ് നമ്മുടെ ആയുഷ്കാലം നമുക്ക് വേണ്ടത് നൽകി തരികയില്ലയോ? നിങ്ങൾ വിശ്വസ്തയോടെ ആയിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം? ദൈവം അത് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ പരമ അധികാരം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് ആര് നിങ്ങൾ മനസ്സിലാക്കണം. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവന് കഴിയാത്തതായിട്ട് എന്ത് ചെയ്യാം? ഒന്നുമില്ല പ്രിയരെ. പലപ്പോഴും നാം ദൈവത്തിന്റെ ശക്തിയെ കുറച്ചു കാണുന്നു. നാം പലപ്പോഴും ദൈവം ആരും നാം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്യാം? വിടുതലുകൾ ഇല്ലാത്തത്. നമുക്ക് പലപ്പോഴും വിടുതൽ അനുഭവിക്കാൻ കഴിയാത്തതിന്റെ മെയിൻ കാരണം നമ്മൾ തന്നെയാണ്. ദൈവത്തിന്റെ ആ ശക്തിയെ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയാകണം. ദൈവം ആരും നാം മനസ്സിലാക്കുവാൻ ഇടയാകണം. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ യഥാർത്ഥമായ സ്വഭാവം, യഥാർത്ഥ ശക്തി മനസ്സിലാക്കുമ്പോൾ എന്ത് ചെയ്യുക? കർത്താവ് നിശ്ചയമായി എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ഇടയാകും. ദൈവത്തെ ദൈവം എന്നറിഞ്ഞ് മഹത്വം കൊടുക്കുവാൻ ഇടയാകണം. ദൈവത്തെ ദൈവമായി നമ്മൾ കാണണം. ദൈവത്തെ ഹല്ലേലൂയ ഒരു കുരിശുമൂട്ടിലോ അല്ലെങ്കിൽ ഒരിടത്ത് ഒതുക്കി വെക്കുവാൻ കഴിയില്ല കർത്താവിനെ. അവനെ ഹല്ലേലൂയ വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന ദൈവമായ കർത്താവിനെ എന്ത് ചെയ്യണം?
അമ്മ നിങ്ങൾ ദൈവമായി ഉൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ നിങ്ങൾ ഹല്ലേലൂയ എന്ത് ചെയ്യുക, സ്നേഹിക്കണം. ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായൊരു ബന്ധം നിങ്ങൾക്ക് പുലർത്തണം. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാനുള്ള അധികാരം മനുഷ്യനല്ല, ദൈവത്തിനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പൂർണ്ണമായ തൃക്കരങ്ങൾ നിങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ പറയുന്നത്, കരയുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം പറയുമ്പോൾ അതുങ്ങളെ നിർമ്മിച്ച ദൈവത്തെ അതുങ്ങൾക്ക് അറിയാം. നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞുങ്ങളെല്ലാം കരയുന്ന മുകളിലോട്ട് നോക്കിയാണ്. അവര് അതിരാവിലെ അവരെന്ത് ചെയ്യാ, ആ പാട്ടുകൾ ദൈവസന്നിധി പാടുവാനിടയാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിരാവിലെ തിരുസന്നിധിയില ഹല്ലേലൂയ ആ കുഞ്ഞുങ്ങള് അവരെ ചൊല്ലി പാട്ടുകാരന്മാരെ പാട്ട് എഴുതിയിട്ട് നമുക്ക് കേൾക്കുവാനിടയായിട്ടുള്ള. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇന്നത്തെ വചനപ്രകാരം പറയുവാനുള്ളത്, ഹല്ലേലൂയ മൃഗങ്ങളും പക്ഷികളും ഉൾപ്പെടെ എല്ലാ ദൈവത്തിന്റെ എന്ത് ചെയ്യാ, കരുതലുണ്ട് ദൈവത്തിന്. അപ്പൊ ആ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്, അതിന്റെ ശക്തി ജ്ഞാനമാണ് എന്ത് ചെയ്യുക അറിയുന്നത്. ഈ ലോകത്തുള്ള സകലത്തെയും ഇന്ത്യ നിർമ്മിച്ച കർത്താവിന് ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, നാളെ കുറിച്ച് ഭാരപ്പെടരുത്, നാളെ കുറിച്ച് വിചാരപ്പെടരുത്. വിചാരം ഒന്നിനോട് കൂട്ടുവാനോ നിങ്ങളുടെ ആയുസിനെ ഒന്ന് കൂട്ടുവാനോ നിങ്ങളുടെ നന്മ ഒന്ന് കൂട്ടുവാനോ കഴിയത്തില്ല. വിചാരപ്പെട്ടാൽ നിങ്ങളുടെ ആയുസ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവത്തിന്റെ സന്നദ്ധി നിങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിച്ചു കൊടുക്കണം. യേശുവേ എന്നെ വിടുവിക്കണമേ നിങ്ങൾ പറയണം. കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ സകല അധികാരത്തിന്മേലും അധികാരം ദൈവമേ അങ്ങയ്ക്കാന്ന് പറയണം എന്ന് പറയുമ്പോൾ അധികാരിയായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.